ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും ഭേദിക്കാനാകാത്തതുമായ വ്യോമയാന സംവിധാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന അമേരിക്കൻ ആകാശത്ത് കഴിഞ്ഞ 10 ദിവസത്തിനിടെ നടന്ന സംഭവങ്ങൾ ആഗോള സുരക്ഷാ വൃത്തങ്ങളെയാകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വെറും 10 ദിവസങ്ങൾക്കുള്ളിൽ 2 അത്യാധുനിക സൈനിക വിമാനങ്ങൾ, ഒരു സ്കൈ ഡൈവിംഗ് വിമാനം, ഒരു സ്വകാര്യ ചാർട്ടർ ജെറ്റ് എന്നിവയാണ് അമേരിക്കൻ മണ്ണിൽ തകർന്നു വീണത്. ഓരോ അപകടത്തിന് പിന്നിലും വ്യത്യസ്തമായ സാങ്കേതിക കാരണങ്ങളാണുള്ളതെന്നും അവ തമ്മിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും വ്യോമയാന അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായ ഈ വൻ ദുരന്തങ്ങൾ ലോകത്തെ ആകെ നടുക്കിയിരിക്കുകയാണ്. നിരവധി മനുഷ്യജീവനുകൾ പൊലിയുകയും കോടിക്കണക്കിന് ഡോളറിന്റെ യുദ്ധവിമാനങ്ങളും സ്വകാര്യ ആസ്തികളും ചാരമായി മാറുകയും ചെയ്തതോടെ ലോകം ഇപ്പോൾ ഒരൊറ്റ ചോദ്യത്തിലേക്ക് ചുരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ ആകാശത്ത് എന്താണ് സംഭവിക്കുന്നത്? സുരക്ഷാ വീഴ്ചയോ അതോ ആർക്കും പിടികിട്ടാത്ത വല്ല അദൃശ്യ ഭീഷണിയോ? ആഗോള വ്യോമയാന മേഖലയെ പിടിച്ചുകുലുക്കിയ ആ തുടർച്ചയായ ദുരന്തങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യ ദുരന്തം നടന്നത് ഒരു ശനിയാഴ്ചയാണ്. കൃത്യമായി പറഞ്ഞാൽ ജൂൺ 13-ന് അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ് സംഭവിച്ചത്. യാക്കിമ കൗണ്ടിയിലെ മലനിരകളിൽ പതിവ് പരിശീലന പറക്കലിനിടെ ഒരു FA-18 ഹോർനെറ്റ് യുദ്ധവിമാനം തകർന്നു വീണു. അമേരിക്കൻ മറൈൻ കോർപ്സിന്റെ ഈ അത്യാധുനിക യുദ്ധവിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് പൈലറ്റ് അതിവേഗത്തിൽ പാരച്യൂട്ട് ഉപയോഗിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നു. സമീപവാസികൾ പകർത്തിയ ദൃശ്യങ്ങളിൽ മലമുകളിലേക്ക് പതിക്കുന്ന വിമാനവും തുടർന്നു വരുന്ന ഭീമൻ അഗ്നിഗോളവും വ്യക്തമായി കാണാനാകുന്നുണ്ട്. അപകടത്തിൽ പൈലറ്റിന് നിസ്സാര പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചത്. എന്നാൽ തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വനപ്രദേശത്ത് തീപിടുത്തത്തിന് കാരണമായി. ഇതേ തുടർന്ന് സമീപ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നവരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അപകട കാരണം അന്വേഷിച്ചു വരികയാണെന്നും അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടില്ലെന്നും മറൈൻ കോർപ്സ് അറിയിച്ചു കഴിഞ്ഞു. ഇതിനു പിന്നാലെ ജൂൺ 14-ന് മിസോറി സംസ്ഥാനത്തെ ബട്ട്ലറിൽ നടന്ന ദുരന്തം അമേരിക്കയെ ഞെട്ടിച്ചു. സ്കൈ ഡൈവിംഗ് പരിശീലനത്തിനായി യാത്രക്കാരുമായി പറന്നുയർന്ന പസഫിക് എയറോസ്പേസ് P-750 വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് നിമിഷങ്ങൾക്കകം നിയന്ത്രണം വിട്ട് തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 11 യാത്രക്കാരും ഒരു പൈലറ്റും കൊല്ലപ്പെട്ടു. ദൃക്സാക്ഷികളുടെ മൊഴിപ്രകാരം വിമാനം ഉയരം നേടാൻ ഏറെ ബുദ്ധിമുട്ടുന്നതായി കണ്ടിരുന്നു. മരങ്ങളുടെ ഉയരം പോലും മറികടക്കാൻ സാധിക്കാതെ വിമാനം ഇടത്തേക്ക് ചെരിഞ്ഞ ശേഷം പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് നിലത്തേക്ക് പതിക്കുകയായിരുന്നു. മരിച്ചവരിൽ പരിചയസമ്പന്നരായ 9 സ്കൈ ഡൈവർമാരും ആദ്യമായി ടാൻഡം ജമ്പിനായി എത്തിയ 2 പേരും ഉൾപ്പെട്ടിരുന്നു. 2019 ഹവായിൽ നടന്ന അപകടത്തിന് ശേഷം അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും മാരകമായ സ്കൈ ഡൈവിംഗ് വിമാന അപകടമാണെന്ന് അമേരിക്കൻ പാരച്യൂട്ട് അസോസിയേഷൻ അറിയിച്ചു. ദുരന്ത പരമ്പരയിലെ ഏറ്റവും വലിയ ആഘാതമായിരുന്നു ജൂൺ 15-ന് കാലിഫോർണിയയിലെ എഡ്വേർഡ് എയർഫോഴ്സ് ബേസിൽ നടന്ന B-52 സ്ട്രാറ്റോ ഫോർട്രസ് ബോംബർ വിമാന അപകടം. 8 എഞ്ചിനുള്ള ഈ ഭീമൻ സൈനിക വിമാനം പതിവ് പരീക്ഷണ ദൗത്യത്തിനിടെയാണ് തകർന്നു വീണത്. അമേരിക്കൻ വ്യോമസേനയുടെ ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന B-52 റൺവേയിൽ നിന്ന് ഉയർന്നു തുടങ്ങുന്നതിന് തൊട്ടു പിന്നാലെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. നിമിഷങ്ങൾക്കകം വിമാനം നിലത്തടിച്ച് വലിയ സ്ഫോടനമുണ്ടായി. അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും കൊല്ലപ്പെട്ടു. സൈനിക ഉദ്യോഗസ്ഥർ, സർക്കാർ ജീവനക്കാർ, പ്രതിരോധ കരാറുകാർ എന്നിവരാണ് മരിച്ചവരിൽ ഉൾപ്പെട്ടത്. 1982-ന് ശേഷം B-52 ഉൾപ്പെട്ട ഏറ്റവും മാരകമായ അപകടമാണിതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആധുനിക റഡാർ സംവിധാനങ്ങളുടെ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ദൗത്യത്തിനിടെയായിരുന്നു വിമാനം പറന്നിരുന്നത്. ദുരന്ത പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവം ജൂൺ 16-ന് രാത്രി ടെക്സസിൽ ഉണ്ടായതാണ്. മെക്സിക്കോയിൽ നിന്ന് ടെക്സസിലെ ഓസ്റ്റിനിലേക്ക് യാത്ര തിരിച്ചിരുന്ന സെനസ സൈറ്റേഷൻ ലാറ്റിറ്റ്യൂഡ് സ്വകാര്യ ജെറ്റ് സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ലറേഡോ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. വിമാനത്താവളത്തിലേക്ക് അടുക്കുന്നതിനിടെ സാധാരണ ഇറക്കം നടത്തിക്കൊണ്ടിരുന്ന വിമാനം പെട്ടെന്ന് ഉയരം നഷ്ടപ്പെടുത്തി. തുടർന്ന് സമീപ ഹൈവേയിലേക്ക് തിരിഞ്ഞ വിമാനം റോഡിലേക്ക് പതിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വിമാനം 2ആയി പിളർന്നു. റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനവും അപകടത്തിൽപ്പെട്ടു. തീപിടിച്ച വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ രക്ഷിക്കാൻ സമീപവാസികളും പോലീസും ജീവൻ പണയം വെച്ച് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് കൂടുതൽ ജീവനുകൾ രക്ഷിക്കാനിടയായത്. വിമാനത്തിലുണ്ടായിരുന്ന 6 പേരിൽ ഒരാൾ മരിക്കുകയും മറ്റുള്ളവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർച്ചയായി ഉണ്ടായ ഈ 4 അപകടങ്ങളും അമേരിക്കൻ വ്യോമയാന സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ വിദഗ്ധർ പറയുന്നത് ഈ അപകടങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ്. ഓരോ വിമാനത്തിന്റെ ദൗത്യവും പ്രവർത്തന സാഹചര്യങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളും വ്യത്യസ്തമായതിനാൽ ഓരോ അപകടവും പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റും സിഇഒയുമായ ഹസൻ ഷാഹിദി വ്യക്തമാക്കി. പ്രധാന വാണിജ്യ വിമാനങ്ങൾ കടുത്ത സുരക്ഷാ നിയന്ത്രണങ്ങൾക്ക് കീഴിലാണെങ്കിലും സ്കൈ ഡൈവിംഗ് വിമാനങ്ങളും സ്വകാര്യ ചാർട്ടർ വിമാനങ്ങളും താരതമ്യേന കുറഞ്ഞ നിയന്ത്രണങ്ങൾക്കാണ് വിധേയമാകുന്നത്. സൈനിക വിമാനങ്ങളാകട്ടെ വ്യത്യസ്തമായ പ്രവർത്തന മാനദണ്ഡങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അപകടങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. എന്നിരുന്നാലും വെറും 4 ദിവസത്തിനുള്ളിൽ 4 വലിയ വിമാനാപകടങ്ങൾ സംഭവിച്ചതും നിരവധി ജീവനുകൾ നഷ്ടമായതും അമേരിക്കൻ ആകാശത്തെ ആശങ്കയുടെ നിഴലിലാക്കിയിരിക്കുകയാണ്.
ആധുനിക സാങ്കേതിക വിദ്യയും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും വ്യോമയാന മേഖലയിൽ അപകട സാധ്യത ഒരിക്കലും പൂർണ്ണമായി ഇല്ലാതാക്കാനാകില്ലെന്ന കഠിനമായ യാഥാർത്ഥ്യമാണ് ഈ ദുരന്തങ്ങൾ വീണ്ടും ലോകത്തെ ഓർമ്മിപ്പിക്കുന്നത്.